കനേഡിയൻ ഇമിഗ്രേഷൻ സിസ്റ്റത്തിലെ ബാക്ക്ലോഗ് ഇപ്പോഴും കൂടിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ റിപ്പോർട്ട് പ്രകാരം ഏകദേശം 2 മില്യൺ 22 ലക്ഷത്തിലധികമായിരുന്നു ഇവിടുത്തെ ബാക്ക്ലോഗ് എന്ന് പറയുന്ന IRCCയുടെ കണക്കുകൾ പ്രകാരം. ഇപ്പോൾ അത് 1 ലക്ഷം കൂടി കൂടിയിരിക്കുകയാണ്, 23 ലക്ഷത്തോട് അടുത്തിരിക്കുകയാണ്. പലവിധ അപേക്ഷകൾ ആളുകൾ സിസ്റ്റത്തിൽ സമർപ്പിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും ടെമ്പററി റെസിഡൻസ് ആയിട്ടുള്ളവർ, പെർമനൻറ്റ് റെസിഡൻസിക്കുള്ള അപേക്ഷകൾ, പിന്നെ ടൂറിസ്റ്റ് വിസ ആപ്ലിക്കേഷൻസ്, അങ്ങനെ പല പല ആപ്ലിക്കേഷൻസും ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ ഫയലിൻ്റെയൊക്കെ സ്റ്റാറ്റസ് അറിയണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് CICയുടെ വെബ്സൈറ്റ് നോക്കി കഴിയുമ്പോഴേക്കും അതിൽ കാണാൻ സാധിക്കും എത്ര മാസം അല്ലെങ്കിൽ എത്ര ആഴ്ചകൾ കൊണ്ടാണ് നിങ്ങളുടെ പ്രോസസ്സിങ് നടക്കുക എന്നുള്ളത്. അപ്പോൾ ഇത് കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനിയും കാര്യങ്ങൾ മുന്നോട്ട് വൈകാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ്. ഈ സമയങ്ങളിലൊക്കെ നമ്മൾ കാനഡയിലേക്ക് പോകാൻ വേണ്ടി തയ്യാറായിട്ടിരിക്കുന്നവർ, പ്രത്യേകിച്ചും സ്റ്റുഡൻസ് ആണെങ്കിലോ അല്ലെങ്കിൽ PR ലഭിക്കാൻ വേണ്ടി കാത്തിരിക്കുന്നവരാണെങ്കിലോ, പിന്നെ സ്ഥലങ്ങളൊക്കെ കാണാൻ വേണ്ടി വരാനിരിക്കുന്നവരൊക്കെ ആണെങ്കിലോ, നിങ്ങളൊക്കെ പല സ്കിൽസുകളും പഠിക്കുക. പ്രത്യേകിച്ചും ലാംഗ്വേജ് സ്കിൽസിന് ഉള്ള ട്രെയിനിങ്ങുകൾക്ക് പോവുക, പിന്നെ അല്ലെങ്കിൽ കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കിയെടുക്കുക, യൂട്യൂബ് വീഡിയോസൊക്കെ കണ്ട് കാര്യങ്ങൾ, സ്ഥലങ്ങളൊക്കെ പരിചയപ്പെടുക, നല്ല വ്യക്തിബന്ധങ്ങളും കണക്ഷൻസുകളും ഒക്കെ ഉണ്ടാക്കാൻ നോക്കുക. പിന്നെ നാട്ടിലുള്ള ചെറിയ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലൊക്കെ പോയി ഓരോ സ്കിൽസൊക്കെ പഠിച്ചെടുക്കുക. പ്രത്യേകിച്ച് നിങ്ങൾ കമ്പ്യൂട്ടർ മേഖലയിലാണ് ജോലി ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചെറിയ കോഴ്സുകൾ നാട്ടിൽ തന്നെ ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾ കമ്മ്യൂണിക്കേഷൻ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയുള്ള കോഴ്സുകൾ എടുക്കാവുന്നതാണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മൾ സമയം ഫലപ്രദമായിട്ട് തന്നെ വിനിയോഗിക്കുക. അടുത്തതായിട്ട് നമുക്ക് നോക്കിക്കഴിയുമ്പോഴേക്കും കാനഡയിലെ കാലാവസ്ഥയാണ്. ഇപ്പോൾ ചില സംസ്ഥാനങ്ങളിൽ, പ്രൊവിൻസുകളിൽ പ്രതികൂലമായ കാലാവസ്ഥയാണ്. പ്രത്യേകിച്ചും കാൽഗറിയിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചൂട് കൂടിയിട്ടുണ്ടായിരുന്നു. ആൽബർട്ടയിലെ ഒരു ചെറിയ നഗരമായ ജാസ്പറിൽ കഴിഞ്ഞ ദിവസം കാട്ടുതീ പടർന്നു പിടിച്ചിരിക്കുകയാണ്. വളരെ ഭംഗിയുള്ളൊരു സിറ്റി ആയിരുന്നു അത് ഏകദേശം പൂർണ്ണമായിട്ട് തന്നെ കത്തി നശിച്ചിരിക്കുകയാണ്. ഇത്തരം സംഭവങ്ങളൊക്കെ കാനഡയിൽ പല സ്ഥലങ്ങളിലും US-ലുമൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. പ്രത്യേകിച്ചും ചുഴലിക്കൊടുങ്കാറ്റ് ക്യുബക്കിലുണ്ടായിട്ടുണ്ടായിരുന്നു, US-ലുള്ള പല സ്ഥലങ്ങളിലും ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജാസ്പറിലെ കാര്യങ്ങൾ പറഞ്ഞു കഴിയുമ്പോഴേക്കും അവിടെ ഉള്ള കടകളും സ്ഥാപനങ്ങളും ഒക്കെ നശിച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ചും ആളുകളൊക്കെ അവിടെ നിന്നും ബ്രിട്ടീഷ് കൊളംബിയയിലെ പല നഗരങ്ങളിലേക്കും കാൽഗറിയിലേക്കുമൊക്കെ പോയിരിക്കുകയാണ്. നമ്മുടെ ഒരു പ്രോഗ്രാം അവിടെ നടക്കുന്നുണ്ട്. അതായത് ജാസ്പറിലല്ല, നമ്മുടെ കാൽഗറിയിലൊരു പ്രോഗ്രാം അടുത്ത ആഴ്ചയിൽ നടക്കുന്നുണ്ട്. ഞാൻ പോകാൻ വേണ്ടി ടിക്കറ്റൊക്കെ എടുത്ത് വച്ചിരിക്കുന്നു. അപ്പോൾ പോകാമെന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം അവിടെ ഭയങ്കര പുകയൊക്കെയാണ്. പ്രത്യേകിച്ചും പുക പടർന്നു കഴിയുമ്പോഴേക്കും അവിടെ വായു മലിനീകരണം സംഭവിച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ ഡൽഹിയേക്കാളും എയർ ക്വാളിറ്റി കുറവാണെന്നാണ് ഇപ്പോൾ പറഞ്ഞു കേട്ടത്. പല വാർത്തകളിലും എനിക്ക് വായിക്കാൻ സാധിച്ചു. പ്രത്യേകിച്ചും മറ്റ് അപ്ഡേറ്റ്സ് ഒന്നുമില്ല. എന്തെങ്കിലുമൊക്കെ അപ്ഡേറ്റ്സ് വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെ അറിയിക്കുന്നതാണ്. എല്ലാവരും സേഫ് ആയിട്ടിരിക്കാൻ വേണ്ടി പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. ആൽബർട്ട എന്ന പ്രോവിൻസിലേക്ക് ധാരാളം ആളുകൾ ഇപ്പോൾ മൂവ് ചെയ്യുന്നുണ്ട്. വിവിധ സ്ഥലങ്ങളിൽ നിന്നും, പ്രത്യേകിച്ചും സസ്കച്വാനിൽ നിന്നും, ബ്രിട്ടീഷ് കൊളംബിയയിൽ നിന്നും, ഒണ്ടാരിയോയിൽ നിന്നുമൊക്കെ സ്റ്റുഡൻസ് ആയിട്ടുള്ളവരും പിന്നെ PR ലഭിച്ചിട്ടുള്ളവരും ഒക്കെ പോകുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ ജീവിത ചിലവുകളൊക്കെ കമ്പയർ ചെയ്ത് ഒക്കെ ആയിരിക്കാൻ പോകുന്നത്. ഞാൻ നേരിട്ട് അവിടെ പോകുന്നുണ്ട്. അപ്പോൾ നമുക്കുള്ളൊരു കമ്പാരിസൺ വീഡിയോ ചെയ്യണമെന്ന് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കുന്നു, വിവിധ നഗരങ്ങളുടെ ചിലവുകളൊക്കെ കണക്കിലെടുത്തുകൊണ്ട്. കഴിഞ്ഞ ദിവസം ആൽബർട്ട ഗവൺമെൻറ് അവിടെ ഒരു പുതിയ ഫണ്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ചും സ്കൂളുകൾക്ക് വേണ്ടിയുള്ളൊരു ഫണ്ടാണ് അത് വന്നിരിക്കുന്നത്. അതിൽ 215 മില്യൺ കനേഡിയൻ ഡോളറാണ് പ്രീമിയർ ഡാനിയൽ സ്മിത്ത് ഫണ്ടായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അപ്പോൾ അത് വിവിധ സ്കൂൾ ബോർഡുകൾക്കായിരിക്കും അത് നൽകുന്നതെന്ന് അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് ബാങ്ക് ഓഫ് കാനഡയുടെ ഇൻട്രസ്റ്റ് കട്ടാണ്. കഴിഞ്ഞ ദിവസം 4.5% ബാങ്ക് ഓഫ് കാനഡയുടെ ഇൻട്രസ്റ്റ് നിരക്ക് വന്നിരിക്കുകയാണ്. കഴിഞ്ഞ മാസം നമുക്കറിയാം ജൂണിൽ ഒരു ഫസ്റ്റ് ഇൻട്രസ്റ്റ് കട്ട് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതിൽ 0.25% ആയിരുന്നു കുറച്ചിരുന്നത്. ഇപ്പോൾ 4.5 വീണ്ടും 0.25 കുറച്ചിരിക്കുകയാണ്. നമ്മുടെ ഹോം മോർഗേജ് അല്ലെങ്കിൽ നമ്മുടെ ഹൗസ് ലോൺ കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മുടെ ചിലവുകൾ, നമ്മുടെ സ്പെൻഡിങ്, ഇതെല്ലാം ഈ ബാങ്ക് ഓഫ് കാനഡയുടെ ഇൻട്രസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഇതൊരു ആശ്വാസം തന്നെയാണ് ആളുകൾക്ക്. എന്നാൽ വലിയ കുറവ് വന്നിട്ടില്ല. ഈ വർഷത്തിൻ്റെ അവസാനം അല്ലെങ്കിൽ അടുത്ത വർഷത്തിൻ്റെ അവസാനമാകുമ്പോഴേക്കും അത് പഴയ നിരക്കിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അൺഎംപ്ലോയ്മെൻറ്റ് നിരക്ക് 6.4 ആണിപ്പോൾ കാനഡയിൽ നിലവിലുള്ളത്. ഇത് കൂടിയ നിരക്ക് തന്നെയാണ്. നേരത്തെ കഴിഞ്ഞ മാസം നമുക്ക് 6.2 ആയിട്ട് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്റ്റാറ്റിക്സ് കാനഡ ഇപ്പോൾ അതിനെപ്പറ്റിയുള്ള വിവരങ്ങൾ പുറത്തുവിട്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് നോക്കിക്കഴിയുമ്പോഴേക്കും പല ആളുകൾക്കും ജോലിയില്ലാതിരിക്കുന്നതിൻ്റെ ഒരു കണക്കാണിത് സൂചിപ്പിക്കുന്നത്.
ഇപ്പോൾ കാനഡയിൽ സമ്മറിലാണ് ഏറ്റവും കൂടുതൽ ജോലികൾ കാണേണ്ടത്. 15 വയസ്സ് മുതൽ 29 വയസ്സ് വരെയുള്ള ഏജ് കാറ്റഗറിയിലാണ് ഇപ്പോൾ ജോലി കിട്ടാൻ വേണ്ടി ബുദ്ധിമുട്ടുന്നത്. പ്രത്യേകിച്ചും സർവൈവൽ ജോബ്സ്, അല്ലാതെ ഗ്രാജുവേറ്റ്സിനുള്ള ജോബ്, വ്യവസായങ്ങളിലുള്ള ജോബ്, ഇതിലൊക്കെയാണ് കുറവുകൾ വന്നിട്ടുള്ളത്. അപ്പോഴേക്കും നാട്ടിൽ നിന്നൊക്കെ വരുന്നവർ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമുക്ക് മുന്നോട്ട് ഇത്ര മാസങ്ങൾ കഴിയാൻ വേണ്ടിയുള്ള പൈസയും ആയിട്ട് വരിക. പ്രത്യേകിച്ച് സ്റ്റുഡൻസൊക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് GIC സർട്ടിഫിക്കറ്റ് ഉണ്ട്. അതായെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു $20,000 അവരുടെ ബാങ്ക് അക്കൗണ്ടിലുണ്ടാകും. അത് കണക്ക് കൂട്ടി തന്നെ വേണം നമ്മളിങ്ങോട്ട് വരാൻ വേണ്ടത്. അത് ചിലവാക്കേണ്ടതായിട്ട് വരും. പഠനത്തിന് വേണ്ടി നമുക്ക് അതിൽ നിന്ന് സൂക്ഷിച്ചു വെക്കാൻ സാധ്യമല്ല ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ. കാരണം ട്യൂഷൻ ഫീസൊക്കെ അടയ്ക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത്തരം കണക്കുകൂട്ടലുകളൊക്കെ ആയിട്ട് വേണം കാനഡയിലേക്ക് നിങ്ങൾ വരുവാൻ വേണ്ടി. കാനഡയിലേക്ക് ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്ന ഒരു സീസണാണ് ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളെന്ന് പറയുന്നത്. ഈ സമയത്ത് നിങ്ങൾ അക്കോമഡേഷന് വേണ്ടി ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അടുത്തയാഴ്ച അതിന് വേണ്ടി ഒരു വ്ലോഗ് ചെയ്യുന്നുണ്ട്. അതിൽ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഒരു സുഹൃത്ത്, ഒരു റിയൽറ്ററുമായിട്ടുള്ളൊരു അഭിമുഖമാണ്. അതിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ കാണുക, എങ്ങനെ നമുക്ക് വീട് കണ്ടെത്താൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ചും ഇപ്പോൾ കോണ്ടോമിനിയം മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെയുള്ള ഫ്ലാറ്റുകളൊക്കെ വാങ്ങി ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകളുണ്ടായിരുന്നു. അവരുടെയൊക്കെ കയ്യിൽ നിന്ന് ഇപ്പോൾ പൈസ അങ്ങോട്ട് അടച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ചും റെൻറ്റിലൊക്കെ ഇല്ലാതെ പല ഫ്ലാറ്റുകളും ഉണ്ട്. കാരണം ഇൻട്രസ്റ്റ് കൂടി നിന്നത് കാരണം അവർക്ക് വിൽപ്പനയും നടന്നില്ല. അതോടൊപ്പം തന്നെ റെൻറ്റിനും അധികം വിടാൻ സാധിച്ചില്ല. അത് കാരണം പുതിയതായിട്ടൊക്കെ വരുന്നവർ നിങ്ങൾക്ക് ആ ഒരു മേഖലയിൽ നോക്കാവുന്നതാണ്. കാരണം പ്രത്യേകിച്ചും ആദ്യമൊക്കെ വരുന്നവർ ബേസ്മെൻറ്റിലോട്ടാണ് നമ്മൾ നോക്കുന്നത്. ബേസ്മെൻറ്റ് കിട്ടാൻ എളുപ്പമാണ്. അത് കാരണമാണ് ആളുകൾ ബേസ്മെൻറ്റിൽ താമസിക്കുന്നതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. എന്നാൽ നിങ്ങൾക്ക് റിയൽറ്റേഴ്സുമായിട്ട് ബന്ധപ്പെടുകയാണെങ്കിൽ ഇത്തരം ഓപ്പർച്യൂണിറ്റീസും കൂടെ നോക്കാവുന്നതാണ്. കാരണം കുറച്ച് വെട്ടവും വെളിച്ചമൊക്കെ ഉള്ള സ്ഥലത്ത് നമുക്ക് താമസിക്കുന്നത് നല്ലതാണല്ലോ. അങ്ങനെ നോക്കാവുന്നതാണ്. പിന്നെ ഇതിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ക്രെഡിറ്റ് ചെക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേണ്ടി വരും. പേപ്പേഴ്സൊക്കെ കൊടുക്കേണ്ടി വരും. ആദ്യ മാസങ്ങളിൽ നമുക്ക് ബേസ്മെൻറ്റുകളിൽ താമസിക്കുന്നതിലും തെറ്റില്ല. കാരണം നിരവധി ആളുകൾ വീടുകൾ വാങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ബേസ്മെൻറ്റുകളൊക്കെ അവർ റെൻ്റ് ചെയ്യാൻ വേണ്ടി റെഡിയായിട്ടൊക്കെ തയ്യാറാക്കി ഒരുക്കി നിർത്തിയിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും സെർച്ച് ചെയ്യാവുന്നതാണ്. അതോടൊപ്പം തന്നെ നാട്ടിൽ നിന്ന് വരുമ്പോൾ ഈ സമയത്ത് നമുക്ക് അധികം വിൻ്റർ ഗിയറൊന്നും കൊണ്ടുവരേണ്ട ആവശ്യമില്ല. കാരണം ഇവിടെ വന്നു കഴിയുമ്പോഴേക്കും ഈ ഫോൾ സീസണിൽ തന്നെയാണ് നിങ്ങൾക്ക് വിൻ്റർ ക്ലോത്ത്സ് മേടിക്കാൻ പറ്റുന്ന ഒരു സമയം എന്ന് പറഞ്ഞത്. ഈ സമയത്ത് തന്നെ പോയി കോസ്കോയിലോ അല്ലെങ്കിൽ മറ്റ് കടകളിലൊക്കെ പോയി വാങ്ങാവുന്നതാണ്. നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളൊക്കെ കിട്ടും. വിൻ്റർ ആവാൻ വേണ്ടി നമ്മൾ നോക്കിയിരുന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ സമയത്ത് ഈ വക സാധനങ്ങളൊന്നും മാർക്കറ്റിൽ അവൈലബിൾ ആകത്തില്ല. അത് കാരണമാണ് ഞാനിത് നേരത്തെ പറഞ്ഞത്. പിന്നെ അത്യാവശ്യ സാധനങ്ങളൊക്കെ നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്നതിലും തെറ്റില്ല. എൻ്റെ അഭിപ്രായത്തിൽ ഇവിടെ വന്ന് വാങ്ങുകയാണെങ്കിൽ നമുക്ക് കറക്റ്റ് ടെമ്പറേച്ചറൊക്കെ നോക്കി കാര്യങ്ങളൊക്കെ വാങ്ങാവുന്നതാണ്. പ്രത്യേകിച്ചും -40 വരെയൊക്കെ പോകുന്ന സമയങ്ങളുണ്ട്. ആ സമയങ്ങളിലൊക്കെ നിങ്ങൾക്ക് നല്ല വിൻ്റർ ഗിയർ ആണെങ്കിൽ തണുപ്പ് കൂടാതെ നമുക്ക് നടക്കാൻ സാധിക്കും. കനേഡിയൻ പാസ്പോർട്ടിൻ്റെ സ്ഥാനം 7ാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുകയാണ്. അമേരിക്കയെ പോലും പിന്തള്ളിയാണ് ഈ സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നത്. വിസയില്ലാതെ 187 രാജ്യങ്ങൾ സന്ദർശിക്കുന്നതിനും പഠനത്തിനും ഒക്കെയുള്ള അനുമതി ഈ പാസ്പോർട്ട് നൽകുന്നുണ്ട്. അപ്പോൾ അതേപ്പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകളിൽ നിന്ന് നേടാവുന്നതാണ്. അമേരിക്കൻ വാർത്തകളിലേക്ക് കിടക്കുമ്പോഴേക്കും ബൈഡൻ്റെ പിന്മാറ്റം തന്നെയാണ് ഏറ്റവും പുതിയ ചർച്ച എന്ന് പറയുന്നത്. നമുക്കറിയാം, ബൈഡൻ തിരഞ്ഞെടുപ്പിൽ നിന്ന് മാറിയിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പല വ്യക്തിപരമായ കാരണങ്ങളാലും പിന്നെ കോവിഡ് സ്ഥിരീകരിച്ച ശേഷവുമൊക്കെയാണ് അദ്ദേഹം ഈ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. കമല ഹാരിസിനെയാണ് പുതിയ നേതാവായിട്ട് മുന്നോട്ട് അദ്ദേഹം വച്ചിരിക്കുന്നത്. ഇനി അടുത്ത് നടക്കുന്ന കൺവെൻഷനിലാണ് ഇതിൻ്റെ ഫൈനലായിട്ടുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കപ്പെടുക. നമുക്ക് ഇതിനുവേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. തീർച്ചയായിട്ടും കൂടുതൽ അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇലക്ഷനോട് അടുത്ത് വരുന്ന ദിവസങ്ങളിൽ തരുന്നതായിരിക്കും. പിന്നെ ട്രംപിൻ്റെ ക്യാമ്പയിൻ വളരെ ശക്തമായിട്ട് തന്നെ ഇപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കും കുറേ പോൾസൊക്കെ ഇനി നടത്തേണ്ടതായിട്ടുണ്ട്. കമല ഹാരിസ് ആണോ അതോ ട്രംപാണോ ഇനി വിജയിക്കാൻ പോകുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ ഒരു പോളിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നതായിരിക്കും. കഴിഞ്ഞ ദിവസം ട്രംപിന് വെടിയേറ്റത് സീക്രട്ട് സർവീസിൻ്റെ വൻ പരാജയമായിട്ട് അംഗീകരിച്ച് അതിൻ്റെ മേധാവി കിംബർലി ചിയറ്റിൽ രാജിവെച്ചിരിക്കുകയാണ്. ഇത്രയൊക്കെയാണ് നമ്മുടെ ഈ ആഴ്ചയിലെ വാർത്തകളും വിശേഷങ്ങളും അപ്ഡേറ്റ്സും. നമുക്കിനി അടുത്ത ആഴ്ച വെള്ളിയാഴ്ച നമ്മുടെ ലൈവ് സെഷനുണ്ട്. എല്ലാവരും കാണുക. തീർച്ചയായിട്ടും നമ്മുടെ കാൽഗറി ഫെയറിൻ്റെ കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോയുടെ താഴെ ഒരു ലിങ്ക് ഇട്ടിട്ടുണ്ട്. സ്റ്റുഡൻസ് ആയിട്ട് വന്നിട്ടുള്ളവരോ PR വന്നിട്ടുള്ളവരോ അല്ലെങ്കിൽ വർക്ക് പെർമിറ്റിലുള്ളവരോ ഒക്കെ ഈ ലിങ്കിൽ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. നമ്മുടെ ഒരു റെസ്യൂം ക്ലിനിക്ക്, പിന്നെ ലിങ്ക്ഡിൻ പ്രൊഫൈലിനെ പറ്റിയുള്ള കുറച്ച് കാര്യങ്ങൾ, പിന്നെ ബേസിക് ഇൻ്റർവ്യൂ ടിപ്സ്, ഇത്തരം കാര്യങ്ങളൊക്കെ അടങ്ങുന്ന ഒരു സെഷൻ ഞാൻ നടത്തുന്നുണ്ട്. അത് സെപ്റ്റംബർ മാസത്തിലാണ് നടത്തുന്നത്. പ്രത്യേകിച്ചും കുട്ടികളൊക്കെ വരുന്ന ഒരു സമയമാണ് അങ്ങനെ ഒരു സെഷൻ ആഡ് ചെയ്യാനുള്ള ഒരു പ്രധാന കാരണം. അപ്പോൾ അതിൽ
ചേരാൻ താല്പര്യമുള്ളവരൊക്കെ ലിങ്ക് രജിസ്റ്റർ ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് അതിൻ്റെ സൂം ലിങ്ക് അല്ലെങ്കിൽ നമ്മുടെ സ്ട്രീം യാർഡ് ലിങ്ക് അയച്ചു തരുന്നതായിരിക്കും. അതുവഴി നിങ്ങൾക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നിങ്ങൾക്ക് ഒരു കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഒരു റെസ്യൂമെ പ്രിപ്പയർ ചെയ്യാവുന്നതാണ്. അതോടൊപ്പം തന്നെ പി ആറിൽ ആരെങ്കിലുമൊക്കെ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പുതിയ കോഴ്സുകളൊക്കെ ചെയ്യണമെങ്കിൽ ഇപ്പോൾ നല്ല അവസരമാണ്. ഫണ്ടോടുകൂടി പഠിക്കാനും വിവിധ ബാക്ക് ടു സ്കൂൾ ഓഫേഴ്സ് കോളേജുകൾ കൊടുക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ലാപ്ടോപ്പൊക്കെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ കൂടുതലായിട്ട് നിങ്ങൾക്ക് അറിയണമെങ്കിൽ കനേഡിയൻ സ്കിൽസ് ഡെവലപ്മെൻറ്റ് സെൻറ്ററിനെ ബന്ധപ്പെടുക തീർച്ചയായിട്ടും. പിന്നെ നമ്മുടെ ഇമിഗ്രൻ്റ് ടെയിൽസ് ചാനലിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, അത് മറക്കാതെ കാണുക. പ്രത്യേകിച്ചും 40 വയസ്സിന് ശേഷം ജോലികൾ സ്വിച്ച് ചെയ്യണോ അതോ കരിയർ സ്വിച്ച് ചെയ്യണോ എന്നതിനെ പറ്റിയുള്ള കാര്യങ്ങളും പിന്നെ നമുക്ക് എന്തുകൊണ്ടാണ് ആളുകൾക്ക് ജോലികൾ നഷ്ടപ്പെടുന്നതിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെയാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് മറക്കാതെ കാണുക. എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.